കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. FIS 4342 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2928 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ടെക് മഹീന്ദ്ര, വിപ്രോ, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യൻ ഹോട്ടൽസ്, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, 5 പൈസ ക്യാപിറ്റൽ, എയ്ഥർ ഇൻഡസ്ട്രീസ്, ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ, രാജു എഞ്ചിനീയേഴ്സ്, റാലിസ് ഇന്ത്യ, രാമകൃഷ്ണ ഫോർജിൻസ്, സനാതൻ ടെക്സ്റ്റൈൽസ്, SBI ലൈഫ് ഇൻഷുറൻസ്, സ്വരാജ് എഞ്ചിൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാം. ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ആക്സിസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 3.8% വർദ്ധിച്ച് 6071 കോടിയിൽ നിന്നും 6304 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% വർദ്ധിച്ച് 12532 കോടിയിൽ നിന്നും 13606 കോടിയിലേക്കെത്തി. കമ്പനിയുടെ ഗ്രോസ് NPA 1.4% നിന്നും 1.46% ഉയരുകയും നെറ്റ് NPA 0.34% നിന്നും 0.35% ഉയരുകയും ചെയ്തു. ഗ്രോസ് NPAയും നെറ്റ് NPAയും ഉയരുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചെങ്കിലും 2025 ഗ്രോസ് ഗൈഡൻസ് വിപുലീകരിക്കാത്തതിനാൽ Q4 കമ്പനിയുടെ പെർഫോമൻസ് മോശമാകാൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 1.9% വർദ്ധിച്ച് 40,986 കോടിയിൽ നിന്നും 41,764 കോടിയായി ഉയർന്നു. 41,331 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. EBITDA 3% വർദ്ധിച്ച് 8,649 നിന്നും 8,912 കോടിയിലേക്കെത്തി. EBITDA 8,762 കോടിയുടെ EBITDAയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. EBITDA മാർജിൻ 21.1% നിന്നും 21.3% എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 6,506 കോടിയിൽ നിന്നും 6,806 കോടിയിലേക്ക്, അതായത് 4.6% വർദ്ധിക്കുകയും ചെയ്തു. ഹഡ്സൺ ആഗ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 6.5% വർദ്ധിച്ചു. EBITDA ഫ്ലാറ്റാണ്. EBITDA മാർജിൻ 11.3 നിന്നും 10.7 ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 28% ഇടിയുകയും ചെയ്തു. 57 കോടിയിൽ നിന്നും 40 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. ഹാവൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും പെർഫോമൻസ് മോശമാണ്. മോശം പെർഫോമൻസ് ആണെങ്കിലും 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാവൽസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 3.5% ഇടിഞ്ഞ് 288 കോടിയിൽ നിന്നും 278 കോടിയിലേക്കെത്തി. കമ്പനിയുടെ മാർജിൻ 9.8% നിന്നും 8.7% ഇടിയുകയും EBITDA 433 കോടിയിൽ നിന്നും 426 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതേസമയം റവന്യൂ 10% വർദ്ധിച്ച് 4,414 കോടിയിൽ നിന്നും 4,889 കോടിയിലേക്കെത്തി. റിലയൻസ് ജിയോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റിലയൻസ് ജിയോയുടെ റവന്യൂ 3% വർദ്ധിച്ച് 28,338 കോടിയിൽ നിന്നും 29,307 കോടിയിലേക്കെത്തി. കമ്പനിയുടെ EBITDAയിലും 3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 15,306 കോടിയിൽ നിന്നും 15,478 കോടിയിലേക്കെത്തി. മാർജിൻ 53.1% നിന്നും 52.8% ഇടിഞ്ഞപ്പോൾ നെറ്റ് പ്രോഫിറ്റും 4% വർദ്ധിച്ചത്. 6,231 കോടിയിൽ നിന്നും 6,477 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ 195 രൂപയിൽ നിന്നും 203 രൂപ 30 പൈസ എന്ന ലെവലിലേക്ക് ഉയർന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ 4% വർധനവുണ്ടായി. ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ പെർഫോമൻസ് മോശമായപ്പോൾ റീറ്റെയിൽ സെക്ടറിലെ റവന്യൂവിൽ 18% വർധനവുണ്ടായി. 76,325 കോടിയിൽ നിന്നും 90,331 കോടിയിലേക്കാണ് റീറ്റെയിൽ സെഗ്മെൻറ്റിലെ റവന്യൂ ഉയർന്നത്. ഡിജിറ്റൽ സെഗ്മെൻറ്റിൽ റവന്യൂ 4% വർദ്ധിച്ച് 38,055 കോടിയിൽ നിന്നും 39,733 കോടിയിലേക്കെത്തി. മറ്റ് സെഗ്മെൻറ്റിലെ റവന്യൂവിൽ 5% വർധനവുണ്ടായിട്ടുണ്ട്. ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ റവന്യൂ 4% ഇടിഞ്ഞ് 1.55 ലക്ഷത്തിൽ നിന്നും 1.49 ലക്ഷം കോടിയിലേക്കെത്തി. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലെ റവന്യൂ 2% വർദ്ധിച്ച് 6,222 കോടിയിൽ നിന്നും 6,370 കോടിയിലേക്കെത്തി.
റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാർജിൻ 16.9% നിന്നും 18.2% ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 19,323 കോടിയിൽ നിന്നും 21,930 കോടിയിലേക്കെത്തി. റവന്യൂ 4% വർദ്ധിച്ച് 2.32 ലക്ഷം കോടിയിൽ നിന്നും 2.39 ലക്ഷം കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മെട്രോ ബ്രാൻഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ എബിറ്റ മാർജിൻ 31.3 നിന്നും 32% ഉയർന്നെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 3.7% ഇടിഞ്ഞ് 98 കോടിയിൽ നിന്നും 95 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ 10.6% വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് കോൺകോർഡ് ബയോടെക്. ക്ലീൻ മാക്സ് എൻവിയോൺ എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയുടെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി കോൺകോർഡ് ബയോടെക് എന്ന കമ്പനി ക്ലീൻ മാക്സ് എവർഗ്ലേഡ് എന്ന കമ്പനിയുമായി ചേർന്ന് ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി ചേർന്ന് തീർത്ത് യാത്രി സേവാ ബൂത്ത് അയോധ്യയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. AIA എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. UAE ബേസ്ഡ് കമ്പനിയായ AIA എഞ്ചിനീയറിംഗ് ചൈനയിലും ഘാനയിലും അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി $50 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓൺ മൊബിക്വിക് സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പിരാമൽ ഫിനാൻസുമായി സഹകരിച്ച് ഓൺ മൊബിക്വിക് സിസ്റ്റം എന്ന ആപ്പിൻ്റെ ഉപഭോക്താക്കൾക്ക് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പേഴ്സ് ലോൺ സാങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പേഴ്സ് ലോൺ നൽകുന്നതിന് വേണ്ടി ഒരു ബിസിനസ് പ്ലാൻ കമ്പനി നടപ്പിലാക്കിയിട്ടുണ്ട്. IRFC എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്നും എക്സലൻ്റ് റേറ്റിംഗ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. HFCL എന്ന കമ്പനിക്ക് BSNL നിന്നും മിഡിൽ മൈൽ നെറ്റ്വർക്ക്, അതായത് ഭാരത് നെറ്റ് ഫേസ് 3ക്ക് വേണ്ടി മിഡിൽ മൈൽ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 2,501 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. GR ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന കമ്പനി ബിജാപൂർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന കമ്പനിയെ 11.4 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഭാരത് പെട്രോളിയം എന്ന കമ്പനി ഭാരത് പെട്രോളിയത്തിൻ്റെ ബീനയിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റിഫൈനറിയുടെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി 31,802 കോടി രൂപയുടെ ലോൺ SBIയിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എന്ന സ്റ്റോക്കാണ്. മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എന്ന കമ്പനി ടൊളുവിൻ പാഴ്സൽ എന്ന പേരിൽ ഒരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. TVS മോട്ടോർ കോർപ്പ് എന്ന കമ്പനി മൊറോക്കൻ മാർക്കറ്റിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഹിൻഡി മോട്ടോഴ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. KPI ഗ്രീൻ എനർജി എന്ന കമ്പനി 50 മെഗാവാട്ട് ശേഷിയുള്ള ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിയൻറ്റ് എന്ന കമ്പനിക്ക് സിയൻറ്റ് സെമി കണ്ടക്ടർ യൂറോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ കമ്പനി കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് സിയൻറ്റ് എന്ന കമ്പനി എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ വഴി അറിയിച്ചിട്ടുണ്ട്. ഇറാഡ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇറാഡ എന്ന കമ്പനി GMR എനർജിയുമായി ചേർന്ന് 900 മെഗാവാട്ട് ശേഷിയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് നേപ്പാളിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ജോയിൻറ്റ് വെഞ്ചറിൽ ഒപ്പുവെച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.